എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികളുടെ ഫൈനൽ കൺഫർമേഷൻ എല്ലാം കൊടുത്ത് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കറക്ഷൻ ടൈം ആണ്. അതായത് കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൽ ഏതെങ്കിലും വാലിഡ് അല്ലാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എലിജിബിൾ അല്ലാത്തതുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളത് മാറ്റി കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ റിജക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ റിമാർക്സ് എന്താണെന്ന് നമ്മൾ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണോ റിമാർക്സ് അത് കറക്റ്റ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും ഡേറ്റയൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നിരവധി കുട്ടികൾ ചോദിച്ചൊരു ചോദ്യമാണ് ഇംപ്രൂവ്മെന്റ് മാർക്ക് ആഡ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ കറക്ഷൻ ടൈമിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. 2 റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റും. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് താൽക്കാലികമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആണ്. അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം തരും. അതിനുശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇംപ്രൂവ്മെന്റ് മാർക്ക് റിസൾട്ട് വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എൻ്റർ ആകുന്നതാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുൻപ് ഇംപ്രൂവ്മെന്റ് മാർക്ക് വന്നാൽ മാത്രമാണ് അത് ആഡ് ആകത്തുള്ളൂ, ഇല്ലെങ്കിൽ ആഡ് ആകുന്നതല്ല. അതുപോലെ തന്നെ പിന്നെ കുട്ടികളുടെ ഡൗട്ടാണ് എത്ര കോഴ്സുകളിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാന്നുള്ളത്. LBSൽ ഒറ്റ ആപ്ലിക്കേഷൻ വഴി കേരളത്തിലുള്ള എല്ലാ കോളേജുകളിലേക്കും അതുപോലെ തന്നെ എല്ലാ കോഴ്സുകളിലേക്കും ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ കുട്ടികളുടെ ഡൗട്ടാണ് കേരളത്തിൽ LBS വഴി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് ഫീ ആണോ നമ്മൾ അടയ്ക്കേണ്ടത് എന്നുള്ളത്. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫീ കുറവുള്ളൂ. LBS വഴി ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് കോളേജിൽ മാനേജ്മെന്റ് സീറ്റിൽ കൊടുക്കുന്ന അതേ ഫീ തന്നെ വേണം നിങ്ങൾക്ക് LBS വഴി അഡ്മിഷൻ കിട്ടിയാലും അടയ്ക്കേണ്ടത്. അതിൻ്റെ അകത്ത് ഇളവുകളൊന്നും ഉണ്ടാകത്തില്ല. ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫീയിൽ ഇളവ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 4 വർഷം കൂടി ടോട്ടൽ എത്ര ഫീ ആകും എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഒരാൾക്ക് എത്ര ഓപ്ഷൻസ് വെക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചിരുന്നു. ഒരാൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എത്ര കോളേജ് വേണമെങ്കിലും ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കോളേജ് ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക്